السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നാസിആത്താണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി സൂചിപ്പിച്ചത് 9-ാമത്തെ ആയത്തായ അബ്സാറുഹ ഖാശിഅ എന്ന ആയത്താണ്. ഇനി അതിന് ശേഷമുള്ള ആയത്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. يقولون أئنا لمردودون في الحافرة. يقولون أئنا لمردودون في الحافرة أإذا كنا عظاما نخرة. أإذا كنا عظاما نخرة. أإذا كنا عظاما نخرة. قالوا تلك إذا كرة خاسرة. قالوا تلك إذا كرة خاسرة. قالوا تلك إذا كرة خاسرة. فإنما هي زجرة واحدة. فإنما هي زجرة واحدة. فإنما هي زجرة واحدة. فإذا هم بالساهرة. فإذا هم بالساهرة. فإذا هم بالساهرة. هل أتاك حديث موسى. هل أتاك حديث موسى. هل أتاك حديث موسى. ആദ്യത്തെ 5ഓളം ആയത്തുകളിൽ മലക്കുകളും അവരുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളും കാര്യങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു വെച്ചത്. ശേഷം ഖിയാമത്ത് നാളിനെക്കുറിച്ചും ആ അന്ത്യദിനത്തിൽ എന്തായിരിക്കും ഈ പറയുന്ന അവിശ്വാസികളുടെ അവസ്ഥ എന്ന കാര്യവുമാണ് വിവരിച്ചിട്ടുള്ളത്. 10-ാമത്തെ ആയത്തിൽ ഖിയാമത്ത് നാളിനെക്കുറിച്ച് അവിശ്വാസികളായ ആളുകളുടെ സമീപനം എന്തായിരുന്നു, അവർ ഏതൊരു കോണിലൂടെയാണ് ഖിയാമത്ത് നാളിനെ വീക്ഷിച്ചിരുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. യഖൂലൂൻ, അവർ പറയും, അതായത് മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നാണ്. അഇന്ന എങ്ങനെയാണ് നാം, ലമർദൂദൂന മടക്കപ്പെടുക, ഫിൽ ഹാഫിറ. ഹാഫിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരീബായ വാക്കാണ്. അത് വിശുദ്ധ ഖുർആനിൽ ചില വാചകങ്ങൾ പെട്ടെന്ന് അർത്ഥം കിട്ടുന്ന വാചകങ്ങളായിരിക്കൂല, മറിച്ച് നമ്മൾ പുതുതായി കേൾക്കുന്ന, പുതുതാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാക്കുകളും വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഹാഫിറ എന്ന വാക്ക്. ഹാഫിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്വലി ഖൽഖിന, നമ്മൾ ആദ്യം എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് തന്നെ മടക്കപ്പെടും എന്നാണോ എന്നെന്ത് ചെയ്യും അവർ പറയുന്ന. യഖൂലൂന, അവർ പറയും, ഇന്ന നമ്മളാണോ
ലമർദൂദൂന മടക്കപ്പെടുമോ ഫിൽ ഹാഫിറ, ആദ്യം എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലേക്ക് നമ്മൾ മടക്കപ്പെടുമോ. വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി ഈ പറയുന്ന ആശയം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അസംഭവ്യമായി കണ്ടിരുന്ന വിഷയമാണ് അവർ പുനർന്നെഴുന്നേൽപ്പിക്കപ്പെടുക, വീണ്ടും ഒരു ജീവിതമുണ്ടാവുക, ഒരു വിചാരണയുണ്ടാവുക, ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ സ്വർഗവും നരകവും ഒക്കെ നിയമിക്കപ്പെടുക എന്നുള്ളതൊക്കെ, നിർണയിക്കപ്പെടുക എന്നുള്ളതൊക്കെ അവർ അസംഭവ്യമായി കണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവർ ആവർത്തിച്ച് ഇത് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അങ്ങനെ നടക്കുമോ എന്നെന്ത് ചെയ്തിരുന്നു, അവർ ചോദിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അവർ വീണ്ടും ചോദിക്കാൻ, അഇദാ കുന്നാ ഇളാമൻ നഖിറ, അഇദാ കുന്നാ ഇളാമൻ നഖിറ, അഇദാ ആയാൽ, കുന്ന നാം ആയാൽ, ഇളാമൻ, ഇളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ എന്നാണ്, എല്ലുകൾ. നഖിറ എന്നാൽ ബാലിയതൻ മുതഫത്തിത, അതായത് ജീർണിച്ച എല്ലുകളായി കഴിഞ്ഞാലും നാം മടക്കപ്പെടുമോ എന്ന് അവർ ചോദിച്ചിരുന്നു എന്നാണ്. ഇദാ കുന്നാ ഇളാമൻ നഖിറ, ജീർണിച്ച എല്ലുകളായി കഴിഞ്ഞാലും നാം മടക്കപ്പെടുമോ എന്ന് അവർ പറഞ്ഞിരുന്നു എന്നാണ്. അതായത് ഇവിടെ ഈ പറഞ്ഞ ഇത്തരത്തിൽ ഖിയാമത്ത് നാളിനെതിരെ, ബഅസിനെതിരെ, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നതിനെതിരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അതിനർത്ഥം അവിടെയുള്ള മുസ്ലിമീങ്ങളിൽ ഒരാൾക്കും എന്തില്ല, ബഅസിന്റെ വിഷയത്തിൽ, വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല, ഉറപ്പുള്ള വിഷയമാണ്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ അവസ്ഥ നേരെ വിപരീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം നാമധാരികളായ ആളുകൾ ആഖിറമില്ല, അതൊക്കെ വെറുതെയാണ്, ദുനിയാവിലെ ജീവിതത്തോടു കൂടി തന്നെ എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞു എന്ന രൂപത്തിലേക്ക് ഇസ്ലാമിൽ നിന്ന് വിട്ട് നിരീശ്വരവാദ ചിന്തകൾ പുൽകുന്ന ഒരവസ്ഥാവിശേഷം എന്തുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, രാവിലെ ഒരാൾ മുസ്ലിം ആവുകയും വൈകുന്നേരമാകുമ്പോൾ അവൻ അവിശ്വാസിയാവുകയും ചെയ്യുന്നു. വൈകുന്നേരത്തിൽ ഒരാൾ ഈമാൻ സ്വീകരിക്കുകയും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവൻ അവിശ്വാസിയാവുകയും ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് അവസാന കാലഘട്ടത്തിലെ വിശേഷണമായിട്ടാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ ഈ രൂപത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നാൽ ഇന്ന് ആ രൂപത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതാണ് വസ്തുത. ചില ആളുകൾ ഈമാനുള്ള ആളുകളാണ്, പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള നിരീശ്വരവാദികളുടെ വീഡിയോകളൊക്കെ കണ്ട് ആദ്യം രാവിലെ ഉണ്ടായ ഈമാൻ എന്തില്ല, വൈകുന്നേരമാകുമ്പോൾ ആ ഈമാൻ ഇല്ല എന്നുള്ളതാണ്. ആ ഈമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോർന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ വളരെ വലിയ ജാഗ്രത എന്ത് ചെയ്യേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തു തന്നെ ഉണ്ടായിട്ടും എന്തില്ല, യാതൊരു കാര്യവുമില്ല എന്നാണ്, യാതൊരു ഗുണവും അവനുണ്ടാവുകയില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അവൻ്റെ സന്തതികളോ അവൻ്റെ ധനമോ ഒന്നും ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടു കൂടി വരണം എന്നാണ്. സലീമായ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനുള്ള ഹൃദയമാണ്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നഷ്ടമാണ്. ദുനിയാവിലെ സുഖവും സന്തോഷപരമായ ജീവിതവും നഷ്ടമാണ്. എന്നാൽ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും എന്താണ്, ദുരിതമാണ് നമുക്കുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് ഈമാനിനെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം കാണുക എന്നതിലുപരി നമ്മൾ കാണുന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ സ്പെസിഫിക്കായി എന്താണ് നമ്മൾ കാണുന്നത് എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലാവരുടെ വീഡിയോസും കാണാന്നുള്ളത് എന്തെല്ലാം ഒരു ശരിയായ നിലപാടല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇമാം മാലിക് റഹ്മഹുല്ലയെ പോലുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ, അറിവിൻ്റെ വിഷയത്തിൽ ഉന്നതിയിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ വരെ ബിദ്അത്തിന്റെ കക്ഷികൾ എനിക്ക് സംശയമുണ്ട്, ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുകയും എന്നാൽ ആ സമീപിക്കുന്ന സമയത്ത് സംശയം ചോദിക്കണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്മാറുന്നുണ്ട്. കാരണം ആ സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിയുകയും പിന്നീടെങ്ങാനും
ഈമാൻ കുറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ആ സംശയം മൂലം അവിശ്വാസത്തിലേക്ക് എത്തുമോ എന്നായിരുന്നു അവർ ഭയപ്പെട്ടിരുന്നത് എന്ന്. അതുകൊണ്ട് അവിശ്വാസത്തിലേക്ക് എത്തുമോ എന്നതിനെക്കുറിച്ച് അതീവ ഭയം നമുക്കുണ്ടാകണം. എപ്പോഴാണ് നമ്മുടെ കാലിടറുക എന്ന് നമുക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ സാധിക്കുകയില്ല എന്നാണ്. ഒരാൾക്കും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മരിക്കും വരെ ഹിദായത്തിലാകും എന്ന ഒരു ഉറപ്പ് ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കൂല, പറയാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സകല പ്രവാചകന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ത്? മരിക്കുന്ന സമയത്ത് തവഫനി മുസ്ലിമൻ എന്ന പ്രാർത്ഥന എന്ത് ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. മുസ്ലിം ആയിക്കൊണ്ട് എന്ത് ചെയ്യണം, മരിപ്പിക്കണം. കാരണം അത് വളരെയധികം തൗഫീഖുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയുള്ള പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന സംശയങ്ങൾ ഇല്ലതാനും. എന്നാൽ ഈ കാലഘട്ടത്തിൽ സംശയങ്ങളുണ്ട്, ഈമാനിൻ്റെ കുറവുണ്ട്, അറിവിൻ്റെ കുറവ് അതിനേക്കാളുമുണ്ട്. എന്നിരിക്കെ പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് എന്ത് ലഭിക്കുകയില്ല, നമുക്ക് ഹിദായത്തിൽ സ്ഥിരത ലഭിക്കുകയില്ല എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അവിടെ ഒരു സ്ഥലത്തെത്തി. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ആദ്യമായി പ്രാർത്ഥിക്കുന്നത്, റബ്ബേ, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ, നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിപ്പിക്കല്ല റബ്ബേ എന്നായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ്. കിതാബു തൗഹീദിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നത്, ഈമാനുള്ള ആളുകൾക്ക് ഷിർക്കിന് ഭയമുണ്ടാകുന്ന, തൗഹീദുണ്ടോ അവൻ ഷിർക്കിനെ കുറിച്ച് ഒരു പേടിയുണ്ടാകും. ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്, ഷിർക്കിനെ തൊട്ട് ഭയപ്പെടേണ്ടതുണ്ട് എന്നതിനെ കുറിക്കുന്ന ഒരു അധ്യായം തന്നെ കിതാബു തൗഹീദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്ത് ചെയ്യണം, ഷിർക്കിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് ഒരു ഹദീസിൽ പ്രതിപാദിക്കുന്നത്, ഇരുണ്ട രാത്രിയിൽ കറുത്തിരുണ്ട ഒരു പാറക്കല്ല്, അതിൽ കറുത്ത ഒരു ഉറുമ്പ് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുമോ എന്ന് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറയുന്നത് കാണുകയില്ല എന്നാണ്. എന്നാൽ അതുപോലെയാണെന്ത്, ഷിർക്ക് എന്നാണ്. എന്നാൽ അതുപോലെയാണ് ഷിർക്ക് എന്നത്. നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ ഒരിക്കലും അത് ഷിർക്കാണ് എന്ന് കരുതാത്ത പല വാചകങ്ങളിലും എന്ത് വരുന്നുണ്ട്, ഷിർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ലഫ്ലുകളിൽ എന്തുണ്ട്, ഷിർക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാതെ സംഭവിക്കാറുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ കുടുംബത്തെയും വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെ തൊട്ട് റബ്ബേ നീ വജ്നുബ്നി എന്നാണ്. അതായത് ഞാൻ ഒരറ്റത്തും ഈ പറയുന്ന വിഗ്രഹം മറ്റൊരറ്റത്തും ആക്കണേ എന്നാണ് പ്രാർത്ഥന. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് അത്രയും പ്രധാനപ്പെട്ടതാണെന്ത്, ഷിർക്കിനെ ഭയപ്പെടുക, അതിലേക്ക് എത്തിച്ചേർക്കുന്ന മാർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചെന്ത് ചെയ്യാം, നമ്മിൽ നിന്ന് വിദൂരമാക്കുക എന്ന വിഷയം. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ടോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഈ ആശയം വരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് എന്ന ആശയം തുടങ്ങുന്ന പ്രാർത്ഥനയിലും ഇതേ ആശയം കൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നത് വളരെ അനിവാര്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഷിർക്കിനെക്കുറിച്ചും ഷിർക്കിൻ്റെ വകഭേദങ്ങളെക്കുറിച്ചും നാം എന്ത് ചെയ്യണം, തിരിച്ചറിയേണ്ടതുണ്ട്. ഷിർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകഭേദമാണ് തിയർത്ത് എന്നത്. അതായത് നമ്മൾ സാധാരണ യാത്ര പോകുന്ന സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ടെന്ത്, യാത്ര പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് വിളിക്കരുത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ തിയർത്താണ്. അത് ഷിർക്കിൻ്റെ ഗണത്തിലാണ് എന്ത് ചെയ്യാം, ഉൾപ്പെടുക. കാരണം അവൻ്റെ മനസ്സിലുള്ള വിശ്വാസം എന്താ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ആരാ? അപ്പം അങ്ങനെയുള്ള വിശ്വാസം പാടില്ല എന്നുള്ളതാണ്. അത് പല രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുപെട്ടിട്ടുണ്ട്. പല രൂപത്തിലും എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, വീട്ടിൽ എന്തെങ്കിലും വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിലെന്തുണ്ട്, ഇങ്ങനെയുള്ള വസ്തുക്കൾ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഐശ്വര്യമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ റസൂലോ അള്ളാഹുവോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഉപകാരവും ഉപദ്രവവും അതെല്ലാ നിലക്കും ആരിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ നിലക്കും നഫ്ഉം ലറും
അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ ആ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വന്നു പെട്ടിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കേണ്ടതുണ്ട്. എന്നാലാണ് എന്ത് ചെയ്യുക, മനസ്സിലാകുക അത് ശിർക്കാണോ അതല്ല അത് തൗഹീദാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതാണ് ആ ആയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ ഇദാ കുന്നാ ഇളാമൻ നഖിറ. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ പറയാൻ, ഇനി ഈ പറയപ്പെടുന്നത് പോലെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ഖാലു അവർ പറയും തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെയാണെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും അത് എന്നാണ് അവർ പറയുന്നത്. ഖാലു അവർ പറയും തിൽക ആ ഒരു മടക്കം, ഇദൻ അങ്ങനെയാണെങ്കിൽ കറത്തുൻ ഖാസിറ, ഖാസിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമായ ഒരു മടക്കമായിരിക്കും. കെറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജഅത്തുൻ ഇആദത്തുൻ മടക്കം എന്നാണ്. അത് ആ ആയത്തിലെ ഗരീബായ ലഫ്ലാണ് കെറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കെറത്ത് എന്ന് പറഞ്ഞാൽ റജഅത്ത് ഇആദത്ത് മടക്കം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടകരമായ മടക്കമായിരിക്കും എന്നാണ്. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, അന്ത്യനാളിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അന്ത്യനാളിന് വേണ്ടി ഒരുങ്ങാതെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ത്യനാളിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബാക്കൾ വന്നിട്ട് എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ തിരിച്ച് ചോദിക്കുന്നത്, അതല്ലെങ്കിൽ റസൂൽ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഡേറ്റോ മറ്റോ ഒന്നുമല്ല, മറിച്ച് ഫമാദ അഅദത്ത ലഹ, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. എന്ത് പാതയമാണ് നിന്റെ കയ്യിലുള്ളത് എന്ന മറുചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അർത്ഥവത്തായൊരു ചോദ്യമാണത്. ഖിയാമത്ത് നാൾ നടക്കുമോ ഇല്ലേ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നീ അതിനു വേണ്ടി എങ്ങനെ തയ്യാറെടുത്തു എന്നുള്ളതിലാണെന്ത് വിഷയം കിടക്കുന്നത് എന്നാണ്. എന്നിട്ട് പറയാണ് ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, ഫഇന്നമ തീർച്ചയായും, ഹിയ അത്, സജ്റത്തുൻ വാഹിദ, സജ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോര ശബ്ദം എന്നാണ്. വാഹിദ ഒറ്റ ഒരു ഘോര ശബ്ദമായിരിക്കും അത്. ഖിയാമത്ത് നാളെ സംഭവിക്കുമ്പോൾ എന്ത് നടക്കും, നഫ്ഖ് ഉണ്ടാകും. ആ ഊത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നാണ്. അതായത് ഒറ്റ ഒരു ഊത്ത് കാഹളത്തിൽ എന്ത് ചെയ്യും, ഊതപ്പെടും. അത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഖിയാമത്ത് നാളിൻ്റെ മൈതാനിയിലേക്ക് എല്ലാ ജനങ്ങളും കൊണ്ടുവരപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പോൾ സജ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വൈഹത്തുൻ ബിഷിദ്ദത്തിൻ വൻതിഹാരിൻ, നല്ല ഉച്ചത്തിലുള്ള ശബ്ദമാണ്. അവിടെ സജ്റത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കപ്പെടുന്നത് കാഹളത്തിൽ ഊതപ്പെടുന്ന ഊത്താണ്. ഏത് ഊത്താണ്? രണ്ടാമത്തെ ഊത്താണ്. ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരണപ്പെടും, രണ്ടാമത്തെ ഊത്തിൽ എല്ലാ ആളുകളും ഖിയാമത്ത് നാളിലേക്ക് ആനയിക്കപ്പെടും. അപ്പം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഘോര ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഇദാഹും ബിസ്സാഹിറ, ഫഇദാഹും അങ്ങനെയാണെങ്കിൽ അവർ, ബിസ്സാഹിറ, സാഹിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്ഹുൽ അർദി വളഹ്രിഹ, ഭൂമിയുടെ പ്രതല തലത്തിൽ എന്ത് ചെയ്യും, അവരുണ്ടാകും. വഹിയ അർളുൻ മുസ്തവിയത്തുൻ ബൈദ ലാ നബാത ഫീഹാ, അത് വളരെ കൃത്യമായ ഒരു ഭൂമിയായിരിക്കും എന്നാണ്. പരന്ന ഒരു ഭൂമി, ഒരു മുകളിലേക്ക് കയറുന്ന ഒരു കയറ്റമോ ഇറക്കമോ ഒന്നും എന്തുണ്ടാവില്ല, ആ ഭൂമിയിൽ ഉണ്ടാവില്ല. പരന്ന രൂപത്തിൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവസാനം വരെ കാണാൻ പറ്റുന്ന കോലത്തിലായിരിക്കും ആ ഭൂമിയുടെ ക്രമീകരണം എന്നാണ്. അപ്പം സഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഒഴിക്കുന്നതിനാണ് എന്ത് പറയാം, സെഹർ എന്ന് പറയാം. ഉറക്കം ഒഴിക്കുന്നതിനാണ് സെഹർ എന്ന് പറയാം. ഫഇദാഹും ബിസ്സാഹിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ അവർ ഖിയാമത്ത് നാളിൻ്റെ മൈതാനിയിലേക്ക് കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഉറക്കും എന്ത് ചെയ്യും, നഷ്ടപ്പെടുന്ന. അവർ വളരെ ശ്രദ്ധാലുവായിട്ടാണ് അവിടെ ഉണ്ടാവുക. ആർക്കും ആരെക്കുറിച്ചും ഒന്നും എന്ത് ചെയ്യൂല, ആരും ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. സ്വന്തത്തെക്കുറിച്ച് നഫ്സി നഫ്സി, എൻ്റെ നഫ്സിൻ്റെ അവസ്ഥ എന്ത് എന്നാണ് എല്ലാ ആളുകളും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആലോചിക്കുക. അതായത് ദുനിയാവിൽ എത്ര തന്നെ ആളുകളെ സഹായിക്കുകയും ആളുകളെ സ്നേഹിക്കുകയും ആളുകളോട് ഇടപഴകി ജീവിച്ച മനുഷ്യനാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യൂല, അവനെയും ഓർക്കൂല, അവൻ ആരെയാണോ സഹായിച്ചത് അവരെയും അവൻ ഓർക്കുകയില്ല എന്നാണ്. അവിടെയാണ് സൂറത്ത് അബസയിലെ ഫഇദാ ജാഅത്തി സ്സാഖ,
എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം വിശദീകരണത്തിൽ പറയുന്നത്, ഒരു ഉപ്പന്തയും ഒരു ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോകുന്ന, എന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്ന, ഞാൻ നിനക്ക് എങ്ങനെയുള്ള ഭർത്താവായിരുന്നു? അപ്പോൾ ഭാര്യ പറയും, ദുനിയാവിൽ താങ്കൾ എനിക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്തിട്ടുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ആ സന്ദർഭത്തിലാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഹസനത്തുൻ വാഹിദ, ഒരു നന്മ എനിക്ക് നൽകണം എന്ന് പറയുന്ന ആ സമയത്താണ് ഭാര്യ തിരിച്ചു പറയാന്ന്, താങ്കൾ ഏതൊന്നിനെയാണോ ഭയപ്പെടുന്നത് അതിനെ ഞാനും ചെയ്യുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട് എന്ന്. അപ്പം എന്ത് ചെയ്യൂല? ഒന്നും തന്നെ കൊടുക്കൂല എന്നാ. ഇനി മകൻ്റെ അടുക്കലേക്ക് പോകും, മകനും ഇതേ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക? മറുപടി പറയാന്ന്. അപ്പം അവിടെ നമ്മൾ ചെയ്ത ഒരു നന്മക്ക് എന്തുണ്ട്? അത്രയും വലിയ കനം അവിടെ ഉണ്ടാകുന്ന, അതിൻ്റെ പ്രാധാന്യം എത്ര എന്നൊരു ബോധ്യപ്പെടൽ ആ ലോകത്തെത്തുമ്പോഴാണ് എന്ത് ചെയ്യാം? ഉണ്ടാകുക എന്നാണ്. ഇനി അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കാണ്. ഹൽ അതാക ഹദീസു മൂസ. ഹൽ അതാക നബിയെ താങ്കൾക്ക് വന്നിട്ടില്ലയോ? ഹദീസു, എന്താ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശം വർത്തമാനം എന്നാണ്. ഇവിടെ ഉദ്ദേശം വർത്തമാനം. അതായത് ഭാഷയിൽ ഹദീസ് എന്നതിന് പല അർത്ഥമുണ്ട്. ഒന്ന് വർത്തമാനം എന്ന അർത്ഥമുണ്ട്, പുതിയത് എന്ന അർത്ഥമുണ്ട്. അതായത് ചില ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം എന്നാണ് പറയുക. ഹദീസു അഹ്ദിൻ ബിൽ ഇസ്ലാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയത് എന്ന അർത്ഥമുണ്ട്, അതോടൊപ്പം തന്നെ വർത്തമാനം എന്ന അർത്ഥമുണ്ട്. ഇനി അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതുമായ എല്ലാ കാര്യങ്ങൾക്കും എന്തെന്ന് പറയും? ഹദീസ് എന്ന് പറയും. അപ്പോൾ അവിടെ ചോദിക്കുന്നത് ഹൽ അതാക ഹദീസു മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാരാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ സമൂഹം ആരാ? ബനു ഇസ്രായേലാണ്. ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ബനു ഇസ്രായേലിനെ കുറിച്ചാണ്. അക്സറുഹും ദിക്റൻ ഫിൽ ഖുർആൻ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ഗുണപാഠങ്ങൾ എന്തുണ്ട്? ബനു ഇസ്രായേലിൻ്റെ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്തത്? ഖുർആനിൽ പ്രതിപാദിക്കപ്പെടാനുള്ള കാരണം. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഏത് മതക്കാരാ? യഹൂദികളാണ്. യഹൂദികളാണ് ബനു ഇസ്രായേൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒന്നാമത്തേത്, അവർ അമ്പിയാക്കളെ വധിച്ച സമൂഹമാണ്. അമ്പിയാക്കളെ വധിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സമൂഹമാണ്. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ പരിഹസിച്ചവരുമാണ് ആര്? യഹൂദികൾ. എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ബനു ഇസ്രായേലിനെ മാത്രം വീക്ഷിച്ചു കഴിഞ്ഞാൽ നന്ദികേടിൻ്റെ ഒരു യഥാർത്ഥ രൂപമായിരുന്നു ആര്? ബനു ഇസ്രായേലുകാരെന്ന്. എന്നാൽ അതിലും എന്തുണ്ട്? ചില ആളുകൾ വളരെ നന്മയിൽ മുന്നേറിയ പ്രവാചകന്മാരുടെ കൂടെ സഞ്ചരിച്ച ആളുകളും അവിടെയും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് എങ്ങനെയാണ് ബനു ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചിരുന്നത് എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടും. സഹാബാക്കൾ പറയുന്നത്, നബി നമ്മോട് ബനു ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നത് ഹത്താ യുസ്ബിഹ, സുബ്ഹി ആകുന്നത് വരെ എന്ത് ചെയ്യും? ഈ പറയുന്ന ബനു ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്ന. ഇല്ലാ ലിഉളമി സ്വലാം, നിസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ നിസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യും? റസൂൽ പുറപ്പെടും. അത് കഴിഞ്ഞാൽ യഹൂദികളെ കുറിച്ച് എന്ത് ചെയ്യും? ബനു ഇസ്രായേലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. മറ്റു ചില ഹദീസിൽ അൽ യൗമ വല്ലൈല, രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യും? ഇവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാരണം അത്രയും വലിയ പാഠങ്ങളാണ് ഈ പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെടുക്കാനുള്ളത് എന്നാണ്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടമാടുന്നത് ഇവരുടെ വിഷയത്തിലാണ്. ഇവരുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിലെ ഖൈബർ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് എന്നാണ്.
ഖൈബർ യുദ്ധം നടക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഖൈബർ മുഹറത്തിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഹിജ്റ 7-ാം വർഷമാണ് ഈ യുദ്ധത്തിന് തുടക്കമിടുന്നത്. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ ലഭിച്ച ഒരു യുദ്ധമായിരുന്നു ഖൈബർ യുദ്ധം. മദീനയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഖൈബർ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 170 കിലോമീറ്റർ ആണെന്ത് അവിടേക്ക് എത്തിപ്പെടാനുള്ള ദൂരം. ആ ഖൈബർ എന്ന് പറയുന്ന സ്ഥലം യഹൂദികളുടെ കേന്ദ്രമാണ്. യഹൂദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖിറത്തിന് പകരം ദുനിയാവ് വിലക്ക് വാങ്ങിയ വിഡ്ഢികളാണ്. അതോടൊപ്പം തന്നെ കരാറ് ലംഘിക്കുക എന്നത് ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിയ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തൊക്കെ കരാറുകൾ റസൂൽ വെച്ച് പുലർത്തിയിട്ടുണ്ടോ അതിനെയെല്ലാം വളരെ ലാഘവത്തോടു കൂടി കാണുകയും അത് നിരസിക്കുകയും ആ കരാറ് പാലിക്കാതിരിക്കുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു യഹൂദികൾ എന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമാണെന്ന് ആരറിഞ്ഞിരുന്നു? യഹൂദികൾ അറിഞ്ഞിരുന്നു. എന്നിട്ടും എന്ത് ചെയ്തു? യഹൂദികൾ അത് നിഷേധിച്ചിരുന്നു എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്ത്, ഇങ്ങനെ ഒരു നബി വരാൻ പോകുന്നുണ്ട് എന്ന് യഹൂദികളിലെ ചില പുരോഹിതന്മാരെന്ത് ചെയ്തിരുന്നു? പ്രവചിച്ചിരുന്നു എന്നാണ്. ഒരാൾ എന്തുണ്ട്, വരാനുണ്ട് എന്ന് നബിയുടെ സീറ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണും. ഇവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു പ്രവാചകൻ വന്നു എന്ന് അവരറിയുകയും ആ വന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവരുടെ സമൂഹത്തിൽ നിന്നല്ല ആര് വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് എന്നാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ ഒരു സത്യത്തെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത് എന്നാണ്. യഹൂദികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുപരി ഖൈബർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പാഠം എന്നത് യഹൂദികളുടെ പ്രകൃതത്തിൽപ്പെട്ടതാണെന്ത്? ആളുകളെ വഞ്ചിക്കുക, ആളുകളെ വളരെ മോശമായ രൂപത്തിൽ അവരെ സമീപിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള സാഹചര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസത്തിൻ്റെ ഏറ്റവും വലിയ ബാക്കി പത്രം, ആ പ്രയാസത്തിന് മുസ്ലിം ഉമ്മത്തിന് ആ പ്രയാസത്തിലേക്ക് കൊണ്ടിട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദികളാണ്. ഒരു സംശയമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളുമായി കരാറുണ്ടാക്കുന്നുണ്ട്. അതായത് രാജ്യത്തിനെതിരെ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ശത്രുക്കൾക്കെതിരെ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ പറയുന്ന ഒരു കരാറ് ഒപ്പിടുകയുണ്ടായത്. എന്നാൽ ആ കരാർ എന്ത് ചെയ്തു? അവർ ലംഘിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് ഇമാം സഅദി റഹ്മഹുല്ല പറയുന്നത്. ഈ പറയുന്ന യഹൂദികൾക്ക് 3 സ്വഭാവം ഉണ്ട് എന്നാണ്. ഒന്നാമത്തേത് അൽ കുഫർ, അവിശ്വാസമായിരുന്നു. രണ്ടാമത്തേത് അദ്മുൽ ഈമാൻ, അവർക്ക് എന്തില്ല? യാതൊരു വിശ്വാസവുമില്ല. മൂന്നാമത്തേത് അൽ ഖിയാന, വഞ്ചനയാണ്. ഒരു കരാറിലും എന്ത് ചെയ്യൂല, ഇവർ നിലനിൽക്കുകയില്ല എന്നാണ്, ഒരു നിലക്കും. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെയുള്ള യഹൂദികൾ വധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചെറിയ സമയമെങ്കിലും ലഭിക്കുമോ എന്ന് പാത്തു നിന്നിരുന്നു എന്നാണ്. എങ്ങനെയൊക്കെ റസൂലിനെ വധിക്കാൻ പറ്റുമോ, ഏതെങ്കിലും അങ്ങനെ ഒരു സമയം ലഭിക്കുമോ എന്ന് ചെയ്തിരുന്നു, അവർ അന്വേഷിച്ചിരുന്നു എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിൽ തീരുമാനമാക്കാൻ വേണ്ടി വരികയാണ്. ആ സന്ദർഭത്തിൽ, വിഷയം തീരുമാനിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ നബി ഒറ്റക്കാകുന്ന അവസ്ഥ ഉണ്ടായിന്നാണ്. അപ്പോഴാണ് യഹൂദികളുടെ കൂട്ടത്തിലെ ചില ആളുകൾ പറയുന്നത്, ലൻ തജിദു മുഹമ്മദൻ അഖ്റബ മിൻഹുൽ ആൻ, മുഹമ്മദ് ഏറ്റവും അടുത്താണുള്ളത്, ഇതിനേക്കാളും വലിയൊരു ചാൻസ് എന്ത് ചെയ്യൂല, ലഭിക്കൂല എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ആളുകളോടാണ് നബി എന്ത് ചെയ്തത്? കരാറിന് നിന്നത് എന്നാണ്. ആ സന്ദർഭത്തിലാണ് അവർ വധിക്കാൻ വേണ്ടി തുനിഞ്ഞ് ഒരു വലിയ പാറക്കല്ല് നബിയുടെ തലയുടെ മുകളിലേക്ക് അതിടാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു ആയത്തിറക്കി കൊടുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും ഐദിയഹും, ആക്രമണാർത്ഥം അവരുടെ കൈകൾ നീട്ടുവാൻ ശ്രമിച്ച സന്ദർഭം നബിയെ താങ്കൾ ഓർക്കുന്നില്ലേ എന്നാണ് ആയത്തിറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം മനസ്സിലാക്കുകയും അതിൽ നിന്ന് റസൂൽ വിട്ടു നിൽക്കുകയും ചെയ്തു എന്നാണ്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 100-ാമത്തെ ആയത്തിൽ പറയുന്നത്, അവ കുല്ലമാ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും
ലാ യുഅ്മിനൂൻ. എപ്പോഴൊക്കെ കരാറിൽ ഏർപ്പെടുന്നുണ്ടോ ആ കരാറുകളൊക്കെ എന്ത് ചെയ്യും? ലംഘിക്കും. മറിച്ച് അവരിൽ അധികം ആളുകളും ഈമാനില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ക്രൂരമായി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യഹൂദി മർദ്ദിക്കുന്നുണ്ട് എന്നാണ്. ക്രൂരമായി മർദ്ദിക്കും. തലയിലേക്ക് ഒരുപാട് അടികൾ എന്ത് ചെയ്യും? അടിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ മരണത്തിൻ്റെ വക്കിൽ കിടക്കുകയും റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ റസൂല് ചോദിക്കുന്നതാണ്, ആരാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അവസാന ശ്വാസത്തിൽ പറയും, ഇന്ന യഹൂദിയാണ് എന്ത് ചെയ്തത്. അങ്ങനെ ആ യഹൂദിനെ വിളിക്കും. ഇസ്ലാമിൽ കൃത്യമായ ഖിസാസിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ബോധ്യപ്പെടും? ഇസ്ലാമിൻ്റെ പൂർണ്ണത എന്തെയും ബോധ്യപ്പെടും എന്നുള്ളതാണ്. അത്രയും കൃത്യമാണ് ഇസ്ലാമിൽ ഖിസാസിൻ്റെ നിയമം. അപ്പോൾ അദ്ദേഹം ചെയ്ത തിന്മ, അദ്ദേഹം ചെയ്ത തെറ്റ് മനസ്സിലാക്കുകയും അദ്ദേഹത്തെയും അതേ രൂപത്തിൽ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു എന്നാണ്. എങ്ങനെയാണോ അദ്ദേഹം ആ സ്ത്രീയെ പരിക്കേൽപ്പിച്ചത് അതിന് സമാനമായ രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ശിക്ഷിക്കപ്പെട്ടു എന്ന് ഹദീസുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ടുണ്ടായിരുന്ന സ്വഭാവം എന്താണോ ആ സ്വഭാവം ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്നു കൊണ്ടേ പോകുന്നുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ, ബഖറയിലല്ല വേറൊരു സൂറത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നവർ യഹൂദികളാണ് എന്നാണ്. വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നവർ യഹൂദികളാണ് എന്ന പരാമർശമുണ്ട്. ആ ഖൈബറിൽ തന്നെ ഹിദായത്തിനുള്ള വലിയൊരു പാഠവും എന്തുണ്ട്? ഖൈബറിലുണ്ട്. ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണ്. ഹിദായത്ത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് എന്നുള്ളത്. അതായത് നമ്മൾ വിചാരിച്ചത് കൊണ്ടോ നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ടോ ഒന്നുമല്ല എന്ത് ചെയ്തത്? ഹിദായത്ത് ലഭിക്കുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കൽ. ഖൈബർ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഇടയാകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാൻ, മാ തുരീദൂൻ. അവിടെ ഖൈബറിന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള അവിശ്വാസികളായ യഹൂദികളായ ആളുകൾ പറഞ്ഞു എന്നാണ്, നുഖാതിലു ഹാദല്ലദി യസ്ഉമു അന്നഹു നബിയ്യുൻ. ഒരു നബി എന്ന് പറയുന്ന, പ്രവാചകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഞങ്ങൾ പുറപ്പെടുക എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എന്ത് ചെയ്തു? ആ ആട്ടിടയനായ, യുദ്ധത്തിന് പുറപ്പെടാത്ത ആ മനുഷ്യൻ്റെ മനസ്സിൽ ആ നബി എന്ന വാചകം എന്ത് ചെയ്തു? പതിഞ്ഞു എന്നാണ്. പ്രവാചകനോ? എങ്കിൽ അദ്ദേഹത്തെ കാണണമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? പ്രവാചകനെ കാണാൻ പോയി എന്നാണ്. യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ്. പ്രവാചകനെ കാണാൻ പോയി. പ്രവാചകനോട് ചോദിച്ചു, മാ തദ്ഉ ഇലൈഹി, താങ്കൾ ഏതിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഉ ഇലൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നത്, 2 ഷഹാദത്തുകളിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അടിമ പറയാണ്, ഫമാലി ഇൻ ഷഹിദ്തു വ ആമൻതു ബില്ലാഹ്, എനിക്കെന്താ ലഭിക്കുക? ഞാൻ വിശ്വസിച്ചു, താങ്കളെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് നേട്ടം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കൽ ജന്ന ഇൻ മിത്ത അലാ ദാലിക്, നീ ആ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാമിൻ്റെ സൈന്യത്തിൽ ചേർന്നു, യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ പുറപ്പെടുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ്. ആ യുദ്ധത്തിൽ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലം യുസല്ലി ലില്ലാഹി സജ്ദതൻ ഖത്തു, ഒരു സുജൂദ് പോലും എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്വർഗത്തിലാണെന്നാണ്. ഒരു സുജൂദും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഹിദായത്ത് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും വിഭാവനം ചെയ്യാൻ പറ്റൂല. ഇതിൻ്റെ ഇടയിൽ ഒരു സഹോദരൻ പങ്കുവെച്ചത്, അവന് ഹിദായത്ത് ലഭിക്കാനുള്ള കാരണം കടയിലേക്ക് കൊണ്ടുവരുന്ന പൊതി, ഒരു പേപ്പർ ഉണ്ടാവും, പേപ്പർ കഷ്ണം. സാധാരണ ചില വസ്തുക്കളൊക്കെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക. ആ പേപ്പർ ഒരു നോട്ടീസായിരുന്നു എന്നാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസായിരുന്നു. അത് വായിച്ചിട്ടാണ് എന്ത് ചെയ്തത്? തൗഹീദ് ലഭിച്ചത് എന്നാണ്. അപ്പോൾ തൗഹീദ് ലഭിക്കുന്നത് എങ്ങനെ? ഹിദായത്ത് ലഭിക്കുന്നത് എങ്ങനെ? അതിൻ്റെ കാരണങ്ങൾ അള്ളാഹ് പല രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. നമുക്കൊരിക്കലും അത് എങ്ങനെയെന്നത് പറയാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഖൈബർ നമുക്ക് നൽകുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഖ്ലാസാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു വാഹനത്തിന് ആ വാഹനം മുന്നോട്ട് പോകാൻ ഇന്ധനം ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ജീവിതം വളരെ കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? ഇഖ്ലാസ് ആവശ്യമുണ്ട് എന്നാണ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഗനീമത്ത് ലഭിച്ചത് ഈ പറയുന്ന ഖൈബറിലാണ്. അങ്ങനെ ഖൈബറിൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്.
ആ മനുഷ്യൻ്റെ ലക്ഷ്യം യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധത്തിൽ റസൂലിൻ്റെ കൂടെ ചേർന്ന് നിന്ന് അള്ളാൻ്റെ മാർഗത്തിൽ ഷഹീദാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഗനീമത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, മാ അലാ ഹാദാ ഇത്തബഅതുക, റസൂലെ താങ്കളെ ഞാൻ പിൻപറ്റിയത് എന്തല്ല, ഇതിനു വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. വലാകിൻ ഇത്തബഅതുക അലാ അൻ ഹുർമിയ ഹാഹുന വ അശാറ ഇലാ ഹൽഖിഹി, അങ്ങനെ കാണിച്ചു കൊടുത്തുന്നാണ്. ദാ ഇവിടെ ഉണ്ടല്ലോ റസൂലെ, ഇവിടെ എന്ത് ചെയ്യണം, എൻ്റെ ശത്രുവിൻ്റെ അമ്പ് ഇവിടെ വന്ന് തറക്കുകയും അങ്ങനെ ഞാൻ മരണപ്പെടുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്താണോ അവൻ നിയ്യത്തായി കരുതുന്നത് അതവനുണ്ട് എന്നാണ്. ആ വ്യക്തി, ആ സഹാബി ആ യുദ്ധത്തിൽ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തു, മരണപ്പെട്ടു എന്നാണ്. എങ്ങനെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതേ രൂപത്തിൽ അദ്ദേഹം ഷഹീദാകുന്ന അവസ്ഥ ഉണ്ടാകി. അതേ ഖൈബറിലാണ് വേറൊരു ചിത്രം ഉണ്ടാകുന്നത്. ഒരാൾ അതിശീഘ്രമായി യുദ്ധത്തിൽ പോരാടുന്നു. റസൂലും സ്വഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂലിനോട് പറയുന്നു, ഇന്നത്തെ യുദ്ധം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് റസൂൽ പറയുന്നത്, ആരെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. നാം സ്വഹാബാക്കളാകെ അത്ഭുതപ്പെട്ടു. എന്നിട്ടാണ് നബി പറയുന്നത്, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിന്നാർ, ഒരു അടിമ നരകക്കാരൻ്റെ പ്രവർത്തനം ചെയ്യുന്ന, അതായത് നമുക്ക് ചിലപ്പോൾ തോന്നുക ഓന് നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യക്ഷമായി നമുക്ക് അങ്ങനെയാണ് തോന്നുക. എന്നാലോ അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും, സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം ചെയ്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ ചില ആളുകളോ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം ചെയ്യും, ജീവിതത്തിൽ എല്ലാ നന്മകളിലും മുന്നേറിയ ആളുകളാണ്. എന്നാൽ അവസാന സമയം ആകുമ്പോഴോ നേരെ അക്സാകും, നേരെ ഓപ്പോസിറ്റായി നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത് അവനെന്ത് ചെയ്യും, നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഹദീസ് അവസാനിപ്പിക്കുമ്പോഴാണ് നബി പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അമലുകൾ സ്വീകരിക്കപ്പെടുക അവൻ്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണെന്ന്. പണ്ഡിതന്മാരൊക്കെ വളരെ ഗൗരവത്തിലും പേടിയോടും കൂടി കാണുന്ന ഒരു ഹദീസാണിത്. കാരണം നമ്മൾ എത്ര തന്നെ നന്മയിൽ മുന്നേറിയാലും നമുക്കെന്തില്ല, യാതൊരു ഉറപ്പുമില്ല നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ എന്നത്. അതുകൊണ്ട് അമലുകളിൽ ഒരിക്കലും നമ്മൾ എന്താകാൻ പാടില്ല, വഞ്ചിതരായി പോകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അമലുകളുടെ വിഷയത്തിൽ വഞ്ചിതരാകാൻ പാടില്ല. ഈ പറയുന്ന സംഭവങ്ങളും ആയത്തുകളുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ എപ്പോഴും ഒരു പേടിയോടുകൂടി ആയിരിക്കണം ജീവിക്കേണ്ടത്. അതോടൊപ്പം തന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലെയും പര്യവസാനം റബ്ബേ നന്നാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതം പോലെ തന്നെ പ്രധാനമാണെന്ത്, മരണവും. മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി, ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാവുക എന്നാണ്. ദീനീപരമായി ദീനിൽ മുന്നേറിക്കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ അതേ രൂപത്തിൽ മരണം ഉണ്ടാകും. എന്നാൽ അങ്ങനെയല്ലെങ്കിലോ ആ രൂപത്തിലായിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് യഹൂദികളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഖൈബർ എന്ന യുദ്ധവും അതിൻ്റെ ചെറിയ ചില പാഠങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തതായിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇദ് നാദാഹു, അതായത് ഇത് എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഉദ്കുർ എന്നത് എന്ത് ചെയ്യണം, നമ്മൾ സങ്കല്പിക്കണം എന്നാണ്. ഉദ്കുർ, ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്? ഇദ് നാദാഹു റബ്ബുഹു, മൂസയുടെ റബ്ബ് വിളിച്ച സന്ദർഭം നീ ഓർക്കുക നബിയെ. എന്താണ് വിളിച്ചത്? ബിൽ വാദിൽ മുഖദ്ദസി തുവാ. തുവാ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഓർക്കുക നബിയെ എന്ന് പറയാം. ഇനി അതിനുശേഷം പ്രബോധനവുമായി ബന്ധപ്പെട്ട് ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അവിടെ തുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴ്വരയാണ്. അൽ മുഖദ്ദസ് എന്നാണ്. മുഖദ്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ടത് എന്നാണ്. പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ നിന്ന് റബ്ബ് എന്ത് ചെയ്യാണ്, വിളിക്കാം. അതിനുശേഷം ഇദ്ഹബ് ഇലാ ഫിർഔന, നീ ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഇന്നഹു തഗാ, ഫിർഔൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ്. പരിധി ഫിർഔൻ വിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് സ്വാലിഹായി ജീവിക്കുക എന്നുള്ളത് എളുപ്പമാണ്. സ്വാലിഹായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മകൾ ചെയ്യുന്നു, നന്മയിൽ മുന്നേറുന്നു, കുടുംബത്തെയും ആ നന്മയിലേക്ക് ക്ഷണിക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു,
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ സ്വാലിഹിൽ നിന്ന് അടുത്തൊരു ദർജയുണ്ട്, അതായത് മുസ്ലിഹ് ആവുക എന്നത്. മുസ്ലിഹ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നന്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല, മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെയും അവൻ ശബ്ദിക്കുക എന്നുള്ളതാണ് മുസ്ലിഹ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എപ്പോഴാണോ മുസ്ലിഹ് ആകുന്നത് അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രയാസം അനുഭവിക്കാൻ തുടങ്ങും, പ്രതിസന്ധികൾ നമ്മൾ ഏൽക്കേണ്ടി വരും. കാരണം പ്രബോധനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രബോധനത്തിൽ എന്ത് ചെയ്യണം, അസ്സബ്റു അലൽ അദാ ഫീഹി, അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കപ്പലിൻ്റെ ഉപമ പറയുന്നുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾ, നന്മയിൽ മുന്നേറുന്ന ആളുകൾ കപ്പലിൻ്റെ മുകൾ ഭാഗത്തും തിന്മ ചെയ്യുന്ന ആളുകൾ കപ്പലിൻ്റെ താഴ്ഭാഗത്തും. അപ്പോൾ ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, മുകളിൽ കയറിയാൽ മാത്രമാണ് അവർക്ക് വെള്ളം ലഭിക്കുക. അപ്പോൾ വെള്ളം ലഭിക്കാൻ വേണ്ടി കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് കയറണം. അപ്പോൾ ഇവരിങ്ങനെ മുകൾ ഭാഗത്തിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവരാലോചിച്ചു എന്നാണ്, ഇതൊരു ബുദ്ധിമുട്ടല്ലേ, മുകളിലുള്ള ആളുകൾക്കൊരു പ്രയാസമാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പലിന് ഒരു ഹോൾ ഉണ്ടാക്കാം, എന്നിട്ട് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, വെള്ളം എടുക്കാമെന്ന് അവർ വിചാരിച്ചു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇവർ വെള്ളം എടുക്കുന്നതിനെ മുകളിലുള്ള ആളുകൾ തടഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, രണ്ടാളുകളും എന്ത് ചെയ്യും, മുങ്ങിത്താഴുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ചെയ്യരുതെന്ന് പറഞ്ഞാലോ, അവിടെ അവർ ചെയ്യുന്ന ബുദ്ധിശൂന്യതയെ ഉണർത്തിക്കഴിഞ്ഞാൽ, അതിനെതിർത്ത് കഴിഞ്ഞാൽ രണ്ടാളുകളും രക്ഷപ്പെടും. വത്തഖൂ ഫിത്നതൻ എന്ന് പറഞ്ഞിട്ടൊരായത്തുണ്ട്. അതായത് നിങ്ങൾ ഫിത്നയെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഫിത്ന എങ്ങനെയാണ് വരിക, ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അത് അക്രമം ചെയ്ത ആളുകൾക്ക് മാത്രമല്ല വരിക, മറിച്ച് ആർക്കും വരും. അവിടെയുള്ള സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ ഓനും ആ അക്രമത്തിന് എന്ത് ചെയ്യും, വിധേയമാകുന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് സംഭവിക്കുക, തിന്മ കണ്ടിട്ടും തിന്മക്കെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളും അതിൻ്റെ ഭാഗമായി മാറുന്നുള്ളതാണ്. തിന്മ കണ്ടിട്ടും തിന്മക്കെതിരെ നമുക്ക് ശബ്ദിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളും അതിൻ്റെ ഭാഗമായി മാറും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നബിയോട് സൈനബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അഫനഹ്ലിക് അസ്സാലിഹൂൻ അഫയഹ്ലികു സ്സാലിഹൂൻ, സ്വാലിഹീങ്ങളും മരണപ്പെടുമോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നശിപ്പിക്കപ്പെടും, നഅം, അതെ നശിപ്പിക്കപ്പെടും. എപ്പോൾ, കസൂറൽ ഖബസ്, അതായത് ഒരുപാട് തിന്മകൾ എന്ത് ചെയ്തു, സമൂഹത്തിൽ വ്യാപിച്ചു. എന്നാൽ ഈ തിന്മകൾക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല എങ്കിൽ എല്ലാ ആളുകളും ശിക്ഷക്ക് എന്ത് ചെയ്യും, വിധേയമാകും. ഈ സംഭവം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയമാണ്. കാരണം സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും, നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ തിന്മകളാണ് അവിടെ നടക്കുക. അവിടെ പോയി അവിടെ കാണുന്ന തിന്മകൾക്കെതിരെ നമുക്കൊരു വാക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ചെയ്യുന്ന ആ തിന്മയുടെ ഭാഗം ആരുമായി നമ്മളും ചെയ്യും, ആ തിന്മയുടെ ഭാഗമായി മാറുന്നുള്ളതാണ്. കാരണം ചെറിയൊരു നിലക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരോടത് പോയി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ അവിടെ നമ്മളിരുന്ന് അവരൊപ്പം ഇരുന്ന് അതിന് സഹകരിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തിന്മയുടെ ഒരു സഹായം കൂടി ആരാണ്, നമ്മളാണെന്നുള്ളതാണ്. നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ആ തിന്മക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഏത് അവസ്ഥയിൽ എടുത്തു നോക്കിയാലും ഇത് തന്നെയാണ് വിശേഷം, ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലൊരു തിന്മ നടക്കുന്നു, ആ തിന്മകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കുന്നില്ല. സമൂഹത്തിലൊരു തിന്മ നടക്കുന്നു, ആ തിന്മക്കെതിരെ നമ്മൾ ശബ്ദിക്കുന്നില്ല. അതുകൊണ്ട് തിന്മകൾക്കെതിരെ ശബ്ദിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ളതാണ്. ഇവിടെ ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഫിർഔനിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, വളരെ ലോലമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഫിർഔനിനെ സമീപിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വരാനിരിക്കുന്ന ആയത്തുകളിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു ഭരണാധികാരിയാണ് ആര്, ഫിർഔൻ. ഒരു ഭരണാധികാരിയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു പ്രജയെ സമീപിക്കുന്നത് പോലെയല്ല, ഒരു സാധാരണക്കാരനെ സമീപിക്കുന്നത് പോലെയല്ല. അതിനെന്തുണ്ട്, അതിൻ്റെതായ അഹ്കാമുകൾ, അതിൻ്റെതായ വിധിവിലക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഫിർഔൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, വളരെ ലോലമായി പെരുമാറണം, വളരെ ലോലമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാമെന്നാണ്
ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.